എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഈദാശംസകൾ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അറബിക് ഡെസേർട്ടായ കത്തായഫാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അതിന് മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. 3 ഫ്ലേവറിലെ കത്തായഫാണ് ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ്, മാംഗോ, ക്രീം. ഈ 3 ഫ്ലേവറിലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ട് ആദ്യം ഒരു 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 1/2 കപ്പ് റവ, 2 ടേബിൾ സ്പൂൺ ഷുഗർ, വേണ്ട ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണത്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 2.5 കപ്പ് മിൽക്ക്. ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, ഇത് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് നമ്മുടെ മിക്സി കൂട്ടെല്ലാം റെഡി ആയിട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കാം. നമുക്കിതിനൊരു സിറപ്പ് ഉണ്ടാക്കണം. ഞാനത് 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതൊന്ന് മെൽട്ടായി വരണം. ഇനി ഈ സിറപ്പ് ഒരു നൂൽ പരുവമല്ല, അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ലൂസായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് വെള്ളം ചേർത്തത്. നമ്മുടെ ഷുഗർ സിറപ്പ് ഏകദേശം ഒരു പരുവമായിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. നമുക്ക് ഏലക്കാപ്പൊടിയോ റോസ് വാട്ടറോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഒരുപാട് തിക്കായിട്ടുള്ളൊരു ഷുഗർ സിറപ്പല്ല ഉണ്ടാക്കുന്നത്, ഒരു മീഡിയം ടൈപ്പാണ്. ഇപ്പം നമ്മൾ ഷുഗർ സിറപ്പ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. അപ്പം ഞാൻ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഒരു ക്രീം ഉണ്ടാക്കണം, ഇതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പം ഞാനൊരു 1.5 കപ്പ് പാല്, ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല, 1.5 കപ്പ് പാല്, അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇത് കട്ടയില്ലാതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം. ഇപ്പം നമ്മുടെ കോൺഫ്ലവർ പാല് മിശ്രിതം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ഒരു മിക്സർ ഉണ്ടാക്കണം. മിക്സ് ചെയ്തെടുക്കാം നമുക്കിതാദ്യം. നമ്മുടെ കൂട്ട് നല്ല തിക്കായിട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ? ഇതിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും. നമ്മുടെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ഈ ഒരു പരുവാണ്, കണ്ടോ? തിക്കായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് ഇത് നമ്മുടെ കത്തായഫിൽ ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ അതിനകത്തോട്ടൊരു എൻ്റെ കയ്യിൽ ഞാനൊരു തിക്ക് ക്രീം ചേർക്കുന്നുണ്ട്, കണ്ടില്ലേ? ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ തിക്ക് ക്രീം ചേർക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർക്കുകയാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ചീസൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചീസ് ചേർക്കാം. അപ്പോൾ നമ്മുടെ കത്തായഫിൽ ഫില്ല് ചെയ്യാനുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു 3 ഫ്ലേവറിലാണ് കത്തായഫ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരെണ്ണം ഒരു നോർമൽ ഇതിൽ, പിന്നെ ഒരെണ്ണം ചോക്ലേറ്റ്, ഒരെണ്ണം മാംഗോ. അപ്പോൾ നമുക്കിനി ഈ ക്രീം ഒരു 3 പോർഷൻ ആക്കാം. ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് 3 പോർഷൻ ആക്കാം. 3 പാത്രം എടുത്തിട്ടുണ്ട്. ആദ്യത്തെ കൂട്ടിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ചൂടുള്ളതുകൊണ്ട് അത് ഉടനെ തന്നെ അങ്ങ് മെൽട്ടായിക്കോളും. പിന്നെ കുറച്ചൊരു 1/2 ടേബിൾ സ്പൂൺ ചോക്കോ പൗഡറും. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്.
ഇതാണ് നമ്മൾ ഒന്നിനകത്ത് ഫില്ല് ചെയ്യുന്നത്. ചോക്ലേറ്റിൻ്റെത് നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഞാൻ ചെയ്യുന്നത് മാംഗോ ആണ്. അപ്പോൾ അടുത്തതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മാംഗോ പ്യൂരി ചേർത്തിട്ടുണ്ട്. അതായത് മാങ്ങ ജസ്റ്റ് വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തതാണ്. ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇതെല്ലാം കുറച്ച് പോർഷനേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കത്തായഫിനുള്ള ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കത്തായഫിനുള്ള പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവെല്ലാം റെഡി ആയിരിക്കുവാണ്. നമുക്കിനി ഇത് ചുട്ടെടുക്കാം. വലിയൊരു ദോശപ്പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലോട്ട് ഇനിയും കത്തായഫ് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. ഒരു അളവ് കപ്പിലാണ് ഒഴിച്ച് ഇത് ഉണ്ടാക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ചെറിയ പാൻ കേക്ക് മതി നമുക്ക്. ഇത് നമ്മൾ ചെറുതീയിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ചെറുതീയിൽ 1 സൈഡ് ഇത് കുക്കാകത്തുള്ളൂ. ഇത് കിട്ടും ഇതുപോലെ നല്ല ഹോൾസ് ഒക്കെ വരണം കറക്റ്റായിട്ട്. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് ഓരോന്നും എടുക്കാം. നമ്മുടെ ഇത് 1 സൈഡ് ഇതുണ്ടോ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകമാണ്. കണ്ടില്ലേ? ബാക്കിയും കൂടെ ചുട്ടെടുക്കാം. ഇത് 3ഉം കൂടെ കുറേശ്ശെ ഞാൻ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. വാൽനട്ട്, കാഷ്യൂനട്ട്, ആൽമണ്ട്സ്. പൊതുവേ പിസ്തയാണ് ഇതിനകത്ത് പൊടിച്ച് ചേർക്കാറുള്ളത്. ഇപ്പം നമ്മുടെ കയ്യിൽ പിസ്ത ഇല്ലാത്തതുകൊണ്ട് ഞാനിത് പൊടിച്ച് ചേർക്കുവാണ്. അപ്പോൾ നമ്മുടെ കത്തായഫിനുള്ള പാൻ കേക്ക് ഫുൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ 3 ഫ്ലേവറും ഷുഗർ സിറപ്പ്, ഗാർണിഷ് ചെയ്യാനുള്ള നട്ട്സിൻ്റെ മിക്സ്. ഇതിപ്പോൾ ഇതെങ്ങനെ ഫില്ല് ചെയ്തെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടാണ് ഈ കത്തായഫ് കഴിക്കുന്നത്. നമ്മളിത് 2 രീതിയിൽ കഴിക്കും. ഇതൊന്ന് ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ഷുഗർ സിറപ്പ് ഡിപ്പ് ചെയ്ത് കഴിക്കും. പിന്നെ ഇത് ഫ്രൈ ചെയ്തിട്ടും കഴിക്കും. നമുക്കിത് ഫസ്റ്റ് കഴിക്കുന്നത് നമുക്ക് നോർമൽ ഇതെടുക്കാം. ക്രീം കണ്ടില്ലേ, ഇങ്ങനെ ഫില്ല് ചെയ്യുക. ഇതിങ്ങനെ സൈഡിൽ നിന്ന് ഇതിൻ്റെ ഇങ്ങനെ തന്നെ ഇത് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതങ്ങ് നന്നായിട്ടതൊന്ന് ഒട്ടിയിരുന്നോളും. കണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ ഒരു രീതിയിൽ ഇവിടം വരെ ഫില്ല് ചെയ്തിട്ട് ഒരു രീതിയിൽ കഴിക്കും. എന്നിട്ട് അതിങ്ങനെ ഇതിനകത്തോട്ട് നമ്മുടെ ഡിപ്പ് ചെയ്യും. കണ്ടല്ലോ, ഇങ്ങനെ ഒരു രീതിയിൽ കഴിക്കും. പിന്നെ ഇത് കംപ്ലീറ്റ് അപ്പോൾ ക്രീമിൻ്റെ നമ്മൾ 2 എണ്ണം തന്നെ ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ മാംഗോ ഫ്ലേവറിൻ്റെ ഫില്ല് ചെയ്ത് വെക്കാം. അത് ഇതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ ചെയ്യുക. കണ്ടല്ലോ, എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഡിപ്പ് ചെയ്യുക. ഇനി നമുക്ക് ചോക്ലേറ്റിൻ്റെ ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഈ ഒരു ഫ്ലേവർ. ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടല്ലോ, കറക്റ്റായിട്ട് നമുക്കത് കിട്ടും. ഇനി ഇത് നമുക്ക് ഇതിൽ തന്നെ ഡിപ്പ് ചെയ്യാം. നമ്മുടെ 3 ഫ്ലേവറും അപ്പോൾ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ടാണിത് കഴിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് രീതി. രണ്ടാമത്തെ രീതിയിൽ കഴിക്കുന്നത് പറഞ്ഞാൽ ഇത് ഫില്ല് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പം നമുക്കിത് ഏതെങ്കിലും ഒരു ഫില്ലിങ് കൊടുക്കാം. ഞാനിപ്പോൾ ചോക്ലേറ്റാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് കംപ്ലീറ്റായിട്ട് ഇത് ഫില്ല് ചെയ്യും. കണ്ടില്ലേ, ഇങ്ങനെ കംപ്ലീറ്റായിട്ട് ഫില്ല് ചെയ്തിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം.
അതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. നമ്മുടെ 3 ഫ്ലേവർ പാൻ കേക്കിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഈ പാൻ കേക്കിൻ്റെ ഡോ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. നമ്മളിപ്പോൾ ഇന്നത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഫ്രൈ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇത് ചൂടാകുമ്പോൾ, എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ കത്തായഫ് വറുത്തെടുക്കാം. ചൂടായിട്ടുണ്ട്. ഞാൻ ഓരോന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട്. നമുക്കിനി അത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ 1 സൈഡൊക്കെ ആയിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് 1 സൈഡ്. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കത്തായഫിൻ്റെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. കത്തായഫ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. നമ്മുടെ ഫ്രൈഡ് കത്തായഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കഴിക്കുന്നത് ഇതിലും ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.